Hi, welcome to Dash Class. BA ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്ററിലെ മാക്ബത്ത് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മാക്ബത്തിൻ്റെ റോമൻ പൊളാൻസ്കി ചെയ്തിട്ടുള്ള സിനിമാറ്റിക് അഡാപ്റ്റേഷൻ ആണ് പഠിക്കാനുള്ളത്. നമ്മളിവിടെ മാക്ബത്തിൻ്റെ സ്റ്റോറി പറയുന്ന ചെറിയൊരു സമ്മറിയും അതുപോലെ പൊളാൻസ്കി അത് സിനിമയാക്കിയപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും പിന്നെ ഇതിൽ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസിനുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ മാക്ബത്തിൻ്റെ സമ്മറി നോക്കാം. ആക്ട് 1. The play opens with 3 witches who make plans to meet Macbeth. ഈ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ ഫസ്റ്റ് 3 വിച്ചസ് ആണ്, മന്ത്രവാദിനികളാണ്. അവർ മാക്ബത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. മാക്ബത്ത് ആൻഡ് ബാങ്കോ, 2 സ്കോട്ടിഷ് ജനറൽസ്, മീറ്റ് ദ വിച്ചസ്. മാക്ബത്ത് എന്ന് പറയുന്നത് സ്കോട്ടിഷ് ജനറലാണ്, സൈന്യത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാങ്കോ എന്നുള്ള സുഹൃത്തും കൂടെയുള്ള ഉദ്യോഗസ്ഥനും ഈ വിച്ചസിനെ കാണുന്നു, മന്ത്രവാദിനികളെ കാണുന്നു. ഹു പ്രൊഫസി ദാറ്റ് മാക്ബത്ത് വിൽ ബിക്കം കിങ്. അവർ പ്രവചിക്കുന്നത് മാക്ബത്ത് രാജാവാകുമെന്നാണ്. അവർ മാക്ബത്തിനോട് പറയുന്നത് ഒരു സ്ത്രീ ജന്മം നൽകിയിട്ടുള്ള ആർക്കും തന്നെ മാക്ബത്തിന് ഒരു അപകടവും വരുത്താൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രവചനമൊക്കെയാണ് അവർ മാക്ബത്തിന് കൊടുക്കുന്നത്. ലേഡി മാക്ബത്ത് ലേൺസ് ഓഫ് ദ പ്രൊഫസി ആൻഡ് ഏർജസ് മാക്ബത്ത് ടു മേർഡർ കിങ് ഡങ്കൻ. ലേഡി മാക്ബത്തിൻ്റെ വൈഫ് ഈ ഒരു പ്രൊഫസിയെക്കുറിച്ച്, പ്രവചനത്തെക്കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ മാക്ബത്ത് രാജാവ് ആകുന്നുണ്ടെങ്കിൽ നിലവിലെ രാജാവായിട്ടുള്ള ഡങ്കനെ മാക്ബത്ത് മർഡർ ചെയ്യണം, കൊല ചെയ്യണം എന്നാണ് അവർ മാക്ബത്തിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്ബത്ത് ബിഗിൻസ് ടു കണ്ടംപ്ലേറ്റ് ദ മർഡർ. മാക്ബത്ത് ആണെങ്കിൽ രാജാവാകും എന്നുള്ളൊരു ചിന്തയിൽ ഈ നിലവിലുള്ള രാജാവിനെ മർഡർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ തുടങ്ങുന്നു. ആക്ട് 2. മാക്ബത്ത് കിൽസ് കിങ് ഡങ്കൻ. മാക്ബത്ത് അങ്ങനെ രാജാവിനെ വധിക്കുന്നു. വൈൽ ലേഡി മാക്ബത്ത് വെയിറ്റ്സ്. ലേഡി മാക്ബത്ത് കാസിലിനകത്ത്, അവരുടെ കോട്ടയ്ക്കകത്ത് മാക്ബത്തിനെ പറഞ്ഞയച്ചിട്ട് കാത്തിരിക്കുകയാണ്. മാക്ബത്ത് ബിക്കംസ് കിങ്. മാക്ബത്ത് അങ്ങനെ പറഞ്ഞതുപോലെ രാജാവായി മാറും. ബട്ട് ഹീ ഈസ് പ്ലേഗ്ഡ് ബൈ ഗിൽറ്റ്. പക്ഷെ സന്തോഷത്തിന് പകരം അയാളുടെ കുറ്റബോധമാണ് നിറഞ്ഞിരിക്കുന്നത്. മാക്ഡഫ്, എ നോബിൾ മാൻ. മാക്ഡഫ് എന്ന പേരുള്ള ഒരാൾ ഒരു നോബിൾ മാനാണ്, അതായത് ഒരു പ്രഭു കുടുംബത്തിൽ വിട്ടിട്ടുള്ള ആളാണ്. ബിക്കംസ് സസ്പീഷ്യസ് ഓഫ് മാക്ബത്ത്. ഇയാൾക്ക് മാക്ബത്തിനെ കുറിച്ച് സംശയമാവുന്നു. ഈ രാജാവിൻ്റെ മരണത്തിന് പിന്നിൽ മാക്ബത്ത് ആണെന്നും അത് മാക്ബത്തിൻ്റെ രാജാവാകാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള സംശയങ്ങളൊക്കെ മാക്ഡഫിനുണ്ടാവുന്നു. ആക്ട് 3. മാക്ബത്ത് ബിക്കംസ് ഇൻക്രീസിംഗ്ലി പാരനോയിഡ്. അങ്ങനെ മാക്ബത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പാരനോയിഡ് ആവുന്നു, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ എത്തുന്നു. ആൻഡ് ഓർഡേഴ്സ് ദ മർഡർ ഓഫ് ബാൻഗോ ആൻഡ് ഹിസ് സൺ ഫ്ലിയാൻസ്. അങ്ങനെ ബാൻഗോ, ഈ മന്ത്രവാദിനികളെ കാണാൻ പോയ സമയത്ത് മാക്ബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബാൻഗോ, അതുപോലെ ഹിസ് സൺ ഫ്ലിയാൻസ്, അയാളുടെ മകൻ ഫ്ലിയാൻസ്, അവരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് മാക്ബത്ത് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാജാവ് എന്നുള്ള സ്ഥാനത്തിന് ഇവർ ഭീഷണിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്ബത്ത് അവരെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ബാങ്കോ ഈസ് കിൽഡ് ബട്ട് ഫ്ലിയാൻസ് എസ്കേപ്സ്. അങ്ങനെ ബാങ്കോയെ വധിക്കുന്നു, പക്ഷേ ഫ്ലിയാൻസ് രക്ഷപ്പെട്ടു പോകും. മാക്ബത്ത് വിസിറ്റ്സ് ദ വിച്ചസ് എഗെയിൻ. ഇങ്ങനെ വിഭ്രാന്തിയായിട്ട് മാക്ബത്ത് വീണ്ടും ഈ മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകും. ആൻഡ് ദേ പ്രൊവൈഡ് ഹിം വിത്ത് മോർ പ്രൊഫസീസ്. അവരാണെങ്കിൽ മാക്ബത്തിന് കൂടുതൽ പ്രവചനങ്ങൾ കൊടുക്കും. മാക്ബത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെയാണ് അവർ മാക്ബത്തിന് കൊടുക്കുന്നത്. ആക്ട് 4. മാക്ബത്ത് ഈസ് ടോൾഡ് ദാറ്റ് മാക്ഡഫ് പോസസ് എ ത്രെറ്റ് ആൻഡ് ഡിസൈഡ്സ് ടു ഹാവ് മാക്ഡഫ്സ് ഫാമിലി കിൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ മാക്ഡഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്, അയാൾക്കാണ് മാക്ബത്തിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്ബത്തിന് മനസ്സിലാവുകയാണ് ഇയാൾ ഒരു വെല്ലുവിളിയാവും, ഒരു ഭീഷണിയാവും എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ മാക്ബത്ത് അയാളുടെ കുടുംബത്തെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. മാക്ഡഫ് ജോയിൻസ് മാൽക്കം ഇൻ ഇംഗ്ലണ്ട് ടു ഫോം ആൻ ആർമി ടു ഓവർത്രോ മാക്ബത്ത്. അങ്ങനെ മാക്ഡഫിൻ്റെ കുടുംബം കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അയാൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെ മാൽക്കം എന്നുള്ള ഒരാളുടെ കൂടെ ഈ മാക്ബത്തിനെതിരായിട്ട് ഒരു സൈന്യമൊക്കെ ഉണ്ടാക്കിയിട്ട് മാക്ബത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ലേഡി മാക്ബത്ത്സ് ഗിൽറ്റ് കോസസ് ഹെർ ടു സ്ലീപ്പ് വാക്ക് ആൻഡ് ഗോ മാഡ്.
ഇനി മാക്ബത്തിൻ്റെ വൈഫ് ലേഡി മാക്ബത്ത് ആണെങ്കിൽ അവർക്കും ഈ കുറ്റബോധവും മറ്റുമെല്ലാം ഉണ്ടായിട്ട് അവർ വിഭ്രാന്തിയിലേക്ക് ഭ്രാന്തായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവർ ഉറക്കത്തിലൊക്കെ എഴുന്നേറ്റ് നടക്കുക, അങ്ങനെ ഭ്രാന്തായി പോകുന്ന അവസ്ഥയിലേക്ക് ലേഡി മാക്ബത്ത് വരുന്നു. ആക്ട് 5 ലേഡി മാക്ബത്ത് ഡൈസ് പ്രസ്യൂമബിളി ബൈ സൂയിസൈഡ്. ലേഡി മാക്ബത്ത് അങ്ങനെ വിഭ്രാന്തി കാരണം കൊണ്ട് സ്വയം ജീവൻ ഒടുക്കുന്നു. മാക്ബത്ത് ബിക്കംസ് മോർ ടൈറാനിക്കൽ. മാക്ബത്ത് ആണെങ്കിൽ അയാളുടെ വിഭ്രാന്തി കാരണം കൊണ്ട് കൂടുതൽ ഏകാധിപതിയുടെ സ്വഭാവം കാണിക്കുകയാണ്. ആൻഡ് ഫേസസ് ഒപ്പോസിഷൻ ഫ്രം ദി ഇംഗ്ലീഷ് ആർമി ലെഡ് ബൈ മാൽക്കം ആൻഡ് മാക്ഡഫ്. അങ്ങനെ മാക്ഡഫ് മാൽക്കത്തിനെതിരെ ഒരു സൈന്യം ഉണ്ടാക്കാനൊക്കെ വേണ്ടി പോയിരുന്നു. ഇംഗ്ലണ്ടിൽ മാൽക്കവും കൂടിയിട്ട് അങ്ങനെ അവർ സൈന്യം ഉണ്ടാക്കിയിട്ട് മാക്ബത്തിനെതിരെ വരികയാണ്. ഇൻ ദ ഫൈനൽ ബാറ്റിൽ, ഈ യുദ്ധത്തിൻ്റെ അവസാനം, മാക്ഡഫ് റിവീൽസ് ദാറ്റ് ഹി വാസ് ബോൺ ബൈ എ സിസേറിയൻ സെക്ഷൻ ആൻഡ് കിൽസ് മാക്ബത്ത്. ഇവിടെ പറയുന്നത് നമുക്ക് ഈ മന്ത്രവാദിനികളുടെ പ്രവചനത്തിൽ ഓർമ്മ ഉണ്ടായിരിക്കും. ഒരു സ്ത്രീ ജന്മം നൽകി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച ആർക്കും മാക്ബത്തിനെ അപകടം വരുത്താൻ കഴിയില്ല എന്നായിരുന്നു ഇവിടെ പ്രവചനം. പക്ഷേ മാക്ഡഫ് പറയുന്നത് എന്നെ അങ്ങനെ പ്രസവിച്ചതല്ല, ഞാൻ സിസേറിയൻ വഴിയാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് മാക്ബത്തിനെ കൊല്ലുന്നു. മാൽക്കം ബിക്കംസ് കിങ് ആൻഡ് ഓർഡർ ഈസ് റീസ്റ്റോർഡ് ടു സ്കോട്ട്ലൻഡ്. അങ്ങനെ മാക്ബത്തിനെ വധിച്ച ശേഷം മാൽക്കം അവിടെ രാജാവായിട്ട് സ്കോട്ട്ലൻഡിൽ വീണ്ടും ഒരു സമാധാനവും ഒരു ഓർഡറൊക്കെ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൻ്റെ സമ്മറി. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന തീം നിങ്ങൾക്ക് അറിയാം. അത്യാഗ്രഹവും അതുപോലെ തന്നെ അധികാരത്തിനോടുള്ള ഭ്രമവും കാരണം അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് മാക്ബത്ത് ഷേക്സ്പിയറിൻ്റെ പ്ലേയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി റോമൻ പൊളാൻസ്കിയുടെ അഡാപ്റ്റേഷൻ ഓഫ് മാക്ബത്ത് നോക്കാം. ഡയറക്റ്റഡ് ബൈ പൊളാൻസ്കി ആൻഡ് കോ റിട്ടൺ വിത്ത് കെന്നത്ത് ടൈനൻ. പൊളാൻസ്കിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതിലും പൊളാൻസ്കി ഉണ്ടായിരുന്നു, കൂടെ കെന്നത്ത് ടൈനൻ എന്നുള്ളൊരു റൈറ്ററും ഉണ്ടായിരുന്നു. ഫോളോസ് ദ ഫണ്ടമെൻ്റൽ സ്റ്റോറി ഓഫ് ഷേക്സ്പിയേഴ്സ് മാക്ബത്ത്. അടിസ്ഥാനപരമായിട്ട് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലെ കഥ തന്നെയാണ് സിനിമയിൽ ഫോളോ ചെയ്യുന്നത്. ബട്ട് വിത്ത് എ ഡിഫറൻറ്റ് എൻഡിങ് ആൻഡ് മൈനർ ക്യാരക്ടർ വേരിയേഷൻസ്. പക്ഷെ അതിൻ്റെ അവസാനത്തിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അതുപോലെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലും ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലെ അവസാന രംഗം മാൽക്കം രാജാവായിട്ട് അധികാരം ഏൽക്കുന്നതാണ്. മാക്ബത്ത് കൊല്ലപ്പെടുന്ന ഒരു രംഗം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിനകത്ത് കാണിക്കുന്നില്ല. മറ്റ് കഥാപാത്രങ്ങൾ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമുക്ക് അറിവ് കിട്ടുന്നത്. പൊളാൻസ്കിയുടെ മാക്ബത്തിനകത്ത് അവസാന രംഗം വരുന്നത് ആ യുദ്ധത്തിൽ മാക്ബത്ത് കൊല്ലപ്പെടുന്നതുമാണ്. ഈ രീതിയിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് അതിനകത്ത് വരുന്നത്. ബിഗിൻസ് വിത്ത് എ സീൻ ഓഫ് എ റെഡ് കളേർഡ് സൺ ഇൻ ദ ക്ലൗഡ്സ് സെറ്റിംഗ് എ ഡാർക്ക് ടോൺ. ഇനി സിനിമയുടെ തുടക്കത്തിൽ ഈ മേഘങ്ങൾക്കിടയിൽ ഒരു ചുവന്ന സൂര്യൻ വരുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചുവപ്പ് എന്ന് പറയുന്നത് ഒരു അപകടത്തിൻ്റെ ഒരു സിഗ്നലൊക്കെയാണ്. ഒരു ദുരന്തം വരാൻ പോകുന്നു എന്നുള്ളൊരു ടോൺ അങ്ങനെ ആ സിനിമയ്ക്ക് ലഭിക്കുന്നു. മാക്ബത്ത് ലേൺസ് ഫ്രം ദ വിച്ചസ് ദാറ്റ് ഹി ഈസ് ഇൻവിൻസിബിൾ. ഈ പ്ലേയിലുള്ളതുപോലെ തന്നെ മാക്ബത്തിനോട് മന്ത്രവാദികൾ പറയുന്നത് അയാൾ ഇൻവിൻസിബിൾ ആണ്, ആർക്കും അയാളെ തോൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അൺലെസ് ബിർനാം വുഡ് മൂവ്സ്. ബിർനാം വുഡ് എന്ന് പറയുന്നൊരു മരം ഈ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ മാത്രമാണ് മാക്ബത്തിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് നോ മാൻ ബോൺ ഓഫ് എ വുമൺ ക്യാൻ ഹാം ഹിം. അതുപോലെ ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുള്ള ആർക്കും മാക്ബത്തിനെ അപകടം വരുത്താൻ കഴിയില്ല എന്നാണ് പ്രവചനം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ മാക്ഡഫ് എന്ന് പറയുന്നത് സിസേറിയൻ വഴി ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ബിർനാം വുഡ് എന്ന് പറയുന്ന മരം നീങ്ങുന്ന സംഭവം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇവർക്ക് ഒരു മറ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മറന്നു നിന്നുകൊണ്ടാണല്ലോ യുദ്ധം ചെയ്യുക. ഈ മരത്തിൻ്റെ ശാഖകൾ മുറിച്ചുകൊണ്ട് അതിൻ്റെ മറവിലാണ് ഇവർ ഈ കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചിത്രം നമുക്ക് കാണുന്നത് ആ മരം അങ്ങനെ നീങ്ങി പോകുന്നത് പോലെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അങ്ങനെ ആ പ്രവചനവും ഫലിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സിനിമയിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ദ ഫിലിം സ്റ്റാർസ് ജോൺ ഫിഞ്ച് ആസ് മാക്ബത്ത് ആൻഡ് ഫ്രാൻസിസ്ക ആനീസ് ആസ് ലേഡി മാക്ബത്ത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് ജോൺ ഫിഞ്ചും അതുപോലെ ഫ്രാൻസിസ്ക ആനീസുമാണ്. ഡെപ്പിക്ട്സ് എ ബ്രൂട്ടൽ ആൻഡ് പാഗൻ വേൾഡ്. ഒരു ക്രൂരമായിട്ടുള്ള ഒരു പാഗൻ വേൾഡാണ് കാണിക്കുന്നത്. പാഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ മതവിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന പഴയ കാലത്തെ ആളുകളാണ്. നമുക്കറിയാം ഈ ദുർമന്ത്രവാദിനികളും അങ്ങനെയൊക്കെയുള്ളൊരു സമൂഹം, അങ്ങനെയുള്ളൊരു ലോകമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എംഫസൈസിങ് ദ വയലൻസ് ആൻഡ് ക്രൂവൽറ്റി ഓഫ് ദി സ്റ്റോറി. ഈ കഥയുടെ വയലൻസും അതുപോലെ ക്രൂരതയെല്ലാം കാണിക്കുന്ന ഒരു ലോകം തന്നെയാണ് സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്.
features a graphic portrayal of the horrific massacre of Macbeth's family. ഈ മാക്ഡഫിൻ്റെ കുടുംബത്തിന് നടക്കുന്ന കൂട്ടക്കൊലയുടെ ഒരു വയലൻ്റ് ആയിട്ടുള്ള രംഗം സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ നാടകത്തിനകത്ത് അത്ര വയലൻ്റ് ആയിട്ടുള്ള രംഗം ഉണ്ടാവില്ല, നാടകത്തിനകത്ത് പരിമിതികളുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള രംഗമായിട്ട് അത് കാണിക്കുന്നുണ്ട്. യൂട്ടിലൈസസ് വിഷ്വൽ ക്ലൂസ് ആൻഡ് ക്യാരക്ടർ ഇൻ്റർപ്രിറ്റേഷൻ ടു എൻഹാൻസ് സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുവന്ന സൂര്യൻ അങ്ങനെയുള്ള വിഷ്വൽ ക്ലൂസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കഥയെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ്സ് എ ചില്ലിംഗ് പോർട്രേൽ ഓഫ് റോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അവിടെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. റോസ് ഒരു മെസ്സഞ്ചറാണ്. ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരാളാണ് റോസ്. ഹൂ സ്വിച്ചസ് സൈഡ്സ് ആൻഡ് ഡെലിവേഴ്സ് ദ ന്യൂസ് ഓഫ് ദ ഫാമിലി സ്ലോട്ടർ ടു മാക്ഡഫ്. മാക്ഡഫിൻ്റെ കുടുംബം കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം മാക്ഡഫിനെ അറിയിക്കുന്നത് റോസാണ്. റോസിൻ്റെ ക്യാരക്ടറിൽ വേറെയുള്ള ഒരു സവിശേഷത, ഈ ഡങ്കൻ രാജാവാവുന്ന സമയത്ത് അയാൾ ഡങ്കൻ്റെ കൂടെയായിരുന്നു. പിന്നീട് മാക്ബത്ത് രാജാവാവുന്ന സമയത്ത് അയാൾ മാക്ബത്തിൻ്റെ കൂടെയാണ്. മാക്ബത്ത് തോൽക്കും എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് ഇയാൾ വീണ്ടും സൈഡ് മാറിയിട്ട് മാക്ഡഫിൻ്റെ കൂടെയാവുന്നത്. അങ്ങനെ അവസരവാദിയായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് റോസിനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എംഫസൈസസ് സൗണ്ട് എഫക്ട്സ് ആൻഡ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് ഫാസ്റ്റ് ചേഞ്ച്, എ സൈക്ലിക് വേൾഡ്, വയലൻസ്, ഗ്രീഡ് ആൻഡ് പവർ. നമുക്കറിയാം സിനിമയിൽ കൂടുതലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതും ഈ റോമൻ പൊളാൻസ്കിയുടെ സിനിമയുടെ ഒരു സവിശേഷതയാണ്. പിന്നെ ഇതിനകത്ത് തീം വരുന്നത് ഫാസ്റ്റ് ചേഞ്ച്, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം. ഡങ്കൻ കൊല ചെയ്യപ്പെട്ടു, പിന്നീട് മാക്ബത്തും കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു സൈക്ലിക് വേൾഡ്, ഈ ലോകത്ത് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന കാര്യം. വയലൻസ്, ഗ്രീഡ് ആൻഡ് പവർ, അക്രമം, അതുപോലെ അത്യാഗ്രഹം, അതുപോലെ അധികാരം തുടങ്ങിയ തീംസൊക്കെയാണ് ഈ സിനിമയ്ക്കകത്തും വരുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണുള്ളത്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളോട് പറയുന്നത്. ഈ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് പാരഗ്രാഫ് എസ്സേ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. എൻ്റെ കോണ്ടാക്റ്റ് ഈ കമൻറ്റിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ PDF അയച്ചു തരാൻ വേണ്ടി കഴിയും. നമുക്ക് നോക്കാം. കമൻറ്റ് ഓൺ ദി ഓപ്പണിംഗ് സീൻ ഓഫ് മാക്ബത്ത്. ഈ സിനിമയുടെ ഓപ്പണിംഗ് സീനിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഓപ്പണിംഗ് സീൻ ഫീച്ചേഴ്സ് എ റെഡ് കളേർഡ് സൺ ഇൻ ദ ക്ലൗഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചുവന്ന സൂര്യൻ ഇങ്ങനെ മേഘങ്ങൾക്കിടയിലുള്ളതാണ് ആദ്യത്തെ സീൻ വരുന്നത്. ഫോർബോർഡിങ് അറ്റ്മോസ്ഫിയർ. ഫോർബോർഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുസ്സൂചന, എന്തോ അപകടം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ദിസ് വിഷ്വൽ ചോയ്സ് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം. വരാൻ പോകുന്നൊരു ദുരന്തത്തിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ആൻഡ് സെറ്റ്സ് ദ ടോൺ ഫോർ ദി എൻ്റയർ അഡാപ്റ്റേഷൻ. അങ്ങനെ ആ സിനിമയ്ക്ക് മുഴുവൻ ഒരു ദുരന്തം വരാൻ പോവുകയാണെന്നുള്ള പ്രതീതി ആ സീനിലൂടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഹൗ ഫാർ പൊളാൻസ്കീസ് മാക്ബത്ത് അഡാപ്റ്റേഷൻ ലോയൽ ടു ദ സോഴ്സ് ടെക്സ്റ്റ്. പൊളാൻസ്കിയുടെ സിനിമ ഈ ഒറിജിനൽ നാടകത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ടെന്നാണ് ചോദ്യം. പൊളാൻസ്കീസ് അഡാപ്റ്റേഷൻ റിമെയിൻസ് ലാർജ്ലി ഫെയ്ത്ത്ഫുൾ ടു ദ സോഴ്സ് ടെക്സ്റ്റ് റിഗാർഡിംഗ് ദ ഫണ്ടമെൻ്റൽ സ്റ്റോറി ലൈൻ ആൻഡ് ഡയലോഗ്. വലിയൊരു അളവ് വരെ ഈ സിനിമ നാടകത്തോട് നീതി പുലർത്തുന്നതാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥയും ഡയലോഗുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. It includes minor character variations and a different ending, but retains the core elements of Shakespeare's Macbeth. ഇനി ചെറിയൊരു ക്യാരക്ടർ വേരിയേഷൻസ്, നമ്മൾ റോസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ അവസാനം എൻഡിങ്ങിൽ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിനകത്ത് മാക്ബത്ത് കൊല്ലം ചെയ്യപ്പെടുന്ന രംഗമല്ല, മറിച്ച് മാൽക്കം രാജാവാവുന്ന രംഗമാണ് അവസാനം വരുന്നത്. പൊളാൻസ്കിയുടെ മാക്ബത്തിനകത്ത് മാക്ബത്ത് കൊല ചെയ്യപ്പെടുന്നതാണ് അവസാന രംഗമായിട്ട് വരുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. പക്ഷെ എന്നാലും ഈ സിനിമ നാടകത്തോട് നീതി പുലർത്തുന്നതാണ് എന്ന് നമുക്ക് പറയാം. കമൻറ്റ് ഓൺ ദ ക്യാരക്ടർ ഓഫ് ലേഡി മാക്ബത്ത് ഇൻ ദ ഫിലിം. ഈ സിനിമയ്ക്കകത്ത് ലേഡി മാക്ബത്തിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ലേഡി മാക്ബത്ത് ഈസ് പോർട്രേഡ് ആസ് എ സ്ട്രോങ് ആൻഡ് മാനിപ്പുലേറ്റീവ് ക്യാരക്ടർ. ലേഡി മാക്ബത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അതുപോലെ മാനിപ്പുലേറ്റീവ് ആണ്. സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി, സ്വന്തം ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കുത്തിവയ്ക്കുന്ന ഒരു സ്വഭാവം. നമ്മുടെ മാക്ബത്തിനെ കൊണ്ട് ഈ കൊല ചെയ്യിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ലേഡി മാക്ബത്താണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹെർ ഡിസെൻഡ് ഇൻ ടു മാഡ്നെസ്. ഇനി അവർക്ക് ഈ മാനസിക വിഭ്രാന്തിയാവുന്നത്
ഇൻക്ലൂഡിങ് ദ സ്ലീപ്പ് വാക്കിംഗ് സീൻ, അവർ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സീന് ഈസ് ഡെപ്പിക്റ്റഡ് ഓൺ സ്ക്രീൻ, അത് ഈ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസ്ക ആനിസിസ് പോർട്രയൽ ക്യാപ്ചേഴ്സ് ലേഡി മാക്ബത്ത്സ് അംബീഷൻ ആൻഡ് ഗിൽറ്റ്. ഇനി ഫ്രാൻസിസ്ക ആനിസ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ്. അവർ ലേഡി മാക്ബത്തിൻ്റെ അംബീഷൻ, അതായത് ജനറൽ ആയിട്ടുള്ള ഹസ്ബൻഡ് രാജാവ് ആവണം, തനിക്ക് റാണി ആവണം എന്നുള്ള അവരുടെ ആഗ്രഹങ്ങളും, പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ഗിൽട്ട്, കുറ്റബോധവും, സ്റ്റേയിങ് ട്രൂ ടു ദ ക്യാരക്ടേഴ്സ് കോംപ്ലക്സിറ്റി, അങ്ങനെ ഒരേ സമയം ആഗ്രഹവും കുറ്റബോധമുള്ള ഒരു സങ്കീർണമായിട്ടുള്ള കഥാപാത്രമായിട്ട് ആണ് ഈ ലേഡി മാക്ബത്തിനെ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. വിഷ്വൽ തീംസ് ഇൻ ദ ഫിലിം മാക്ബത്ത്. ദ ഫിലിം പ്രസൻസ് എ ബ്രൂട്ടൽ ആൻഡ് പാഗൻ വേൾഡ്. ഒരു ക്രൂരമായിട്ടുള്ള പാഗൻ ലോകമാണ്. നമ്മൾ പറഞ്ഞു ഈ ദുർമന്ത്രവാദം അതുപോലത്തെ മറ്റ് ആചാരങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു പഴയ കാലത്തെ സമൂഹമാണ് പാഗൻ വേൾഡ്. അതാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എംഫസൈസിങ് വയലൻസ് ആൻഡ് ക്രൂവൽറ്റി വിത്തിൻ ദി സ്റ്റോറി. ഈ കഥയിലെ വയലൻസ് ആയിട്ടും ക്രൂരതയായിട്ടും ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വിഷ്വൽ ക്യൂസ് സച്ച് ആസ് ദ പ്രസൻസ് ഓഫ് എ ഹോൾ കോവൻ ഓഫ് വിച്ചസ് എൻഹാൻസ് ദ നെറേറ്റീവ്. അതുപോലെ ഈ വിച്ചസിനെ, മന്ത്രവാദിനികളെ അവതരിപ്പിക്കുന്ന രംഗവും ഈ കഥയുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അതൊരു വിഷ്വൽ തീമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ദ ഫിലിംസ് വിഷ്വൽ എലിമെൻറ്റ്സ് ക്രിയേറ്റ് എ ഡാർക്ക് ആൻഡ് ഈറി അറ്റ്മോസ്ഫിയർ. ഇനി ഇതിലെ മറ്റ് എലിമെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് സീനിലുള്ള ഈ ചുവന്ന സൂര്യൻ, അങ്ങനെയുള്ള വിഷ്വൽസ് എല്ലാം ഒരു ഡാർക്ക് ആൻഡ് ഈറി അറ്റ്മോസ്ഫിയർ, ഒരു ഇരുണ്ട, ഈറി എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്നതാണ്, എന്തോ ഒരു ദുരന്തം നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള തോന്നലുണ്ടാക്കുന്ന, ദറ്റ് അലൈൻസ് വിത്ത് ദ പ്ലേസ് ടീംസ്. ഈ നാടകത്തിൻ്റെ ടീമുകളുമായിട്ട് ചേർന്ന് പോകുന്ന വിഷ്വൽസ് തന്നെയാണ് സിനിമയിലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കമൻറ്റ് ഓൺ ദ നുവാൻസസ് ഇൻ ദ ക്യാരക്ടർ ഓഫ് മാക്ബത്ത് ഇൻ ദ ഫിലിം. ഈ സിനിമയ്ക്കകത്ത് മാക്ബത്ത് എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന സൂക്ഷ്മതയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മാക്ബത്ത്സ് ക്യാരക്ടർ ഇൻ ദ ഫിലിം റിഫ്ലക്ട്സ് ഹിസ് ടർമോയിൽ ആൻഡ് പാരനോയ. ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടർമോയിൽ, ഈ മാനസിക സംഘർഷം, ഒരേ സമയത്ത് ആഗ്രഹവും എന്ന കുറ്റബോധവും വരുന്നൊരവസ്ഥയും, പാരനോയ അതുമായിട്ടുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയും, അലോങ് വിത്ത് ദ വെയിറ്റ് ഓഫ് ഹിസ് ഗിൽറ്റ്, കൂടാതെ കുറ്റബോധവും, ഇതെല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിൽ ഈ ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. ദ ഫിലിം പോർട്രേസ് മാക്ബത്ത്സ് ഡിസെൻഡ് ഇൻ ടു മാഡ്നസ്. അതുപോലെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, മാക്ബത്ത് വിഭ്രാന്തിയിലേക്ക് പോകുന്ന രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, പൊളാൻസ്കീസ് സെൻസിബിലിറ്റീസ് സീം ടു ബി പെർഫെക്റ്റ്ലി മാച്ച്ഡ് ടു ഷേക്സ്പിയേഴ്സ് പ്ലേ. ഡിസ്കസ്. പൊളാൻസ്കിയുടെ സെൻസിബിലിറ്റി, അതായത് ഈ സിനിമയിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള രംഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഈ ഷേക്സ്പിയറിൻ്റെ നാടകവുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റോമൻ പൊളാൻസ്കീസ് അഡാപ്റ്റേഷൻ ഓഫ് മാക്ബത്ത് ക്യാപ്ചേഴ്സ് എ ഡാർക്ക് ആൻഡ് ഫോർബോർഡിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി ഒറിജിനൽ പ്ലേ. ഈ സിനിമ ഡാർക്ക് ആൻഡ് ഫോർബോർഡിംഗ്, ഒരു ദുരന്തം വരാൻ പോകുന്നുള്ള ദുസ്സൂചന എന്നാണ് ഫോർബോർഡിങ്ങിൻ്റെ അർത്ഥം. ആ രീതിയിൽ ഉള്ള രംഗങ്ങളാണ് ഈ സിനിമയ്ക്കകത്തും കടന്നു വരുന്നത്. ഹിസ് യൂസ് ഓഫ് വിഷ്വൽ എലിമെൻറ്റ്സ് സച്ച് ആസ് ദ റെഡ് കളേർഡ് സൺ ഇൻ ദി ഓപ്പണിംഗ് സീൻ. അതുപോലെ വിഷ്വൽ എലിമെൻറ്റ്സ്, ഈ ഓപ്പണിംഗ് സീനിൽ തന്നെയുള്ള ചുവന്ന കളറുള്ള സൂര്യൻ, അലൈൻസ് വിത്ത് ദ പ്ലേസ് തീംസ് ഓഫ് ഇംപെൻഡിങ് ഡൂം, ഒരു ദുരന്തം വരാൻ പോകുന്നു എന്നുള്ള ഒരു തീമുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ദ പോർട്രയൽ ഓഫ് ലേഡി മാക്ബത്ത്സ് ഡിസെൻഡ് ഇൻ ടു മാഡ്നസ് ഓൺ സ്ക്രീൻ ആഡ്സ് ഡെപ്ത് ടു ഹെർ ക്യാരക്ടർ. അതുപോലെ തന്നെ ഈ ലേഡി മാക്ബത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഭ്രാന്തിലേക്ക് വീണു പോകുന്ന കാര്യങ്ങൾ ഈ സ്ക്രീനിനകത്ത്, സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ഷേക്സ്പിയറിൻ്റെ ടീമുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന, അതിനൊരു ഡെപ്ത് നൽകുന്നതാണ്. റിഫ്ലക്റ്റിംഗ് ഷേക്സ്പിയേഴ്സ് കോംപ്ലക്സ് ഡിപ്പിക്ഷൻ. ഷേക്സ്പിയർ അവരെ ഇങ്ങനെ വളരെ സങ്കീർണമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം, അതിനോട് നീതി പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് സിനിമയിൽ ആ രംഗം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദ ബ്രൂട്ടൽ ആൻഡ് പാഗൻ വേൾഡ് ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിലിം എൻഹാൻസസ് ദ വയലൻസ് ആൻഡ് ക്രൂവൽറ്റി സെൻട്രൽ ടു ഷേക്സ്പിയേഴ്സ് നെറേറ്റീവ്. ഇനി ഷേക്സ്പിയർ ഈ ക്രൂരതയെ കുറിച്ചിട്ടും വയലൻസിനെ കുറിച്ചിട്ടും പറയുന്നൊരു കഥയായത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു പാഗൻ വേൾഡ്, ഇങ്ങനെയുള്ള ആചാരങ്ങളും മറ്റൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോകത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ഷേക്സ്പിയറിൻ്റെ നാടകവുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സെൻസിബിൾ സീൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി അവസാന ചോദ്യം,
Polanski's Macbeth is a contemporary work of art. Elaborate. പൊളാൻസ്കിയുടെ മാക്ബത്ത് എന്ന് പറയുന്ന സിനിമ ഒരു കണ്ടംപററി വർക്ക് ഓഫ് ആർട്ടാണ്, അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് എന്നാണ് പറയുന്നത്. റോമൻ പൊളാൻസ്കീസ് അഡാപ്റ്റേഷൻ ഓഫ് മാക്ബത്ത് റിലീസ്ഡ് ഇൻ 1971. ഈ 1971 പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ പ്രൊവൈഡ്സ് എ കണ്ടംപററി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് ടൈംലെസ് പ്ലേ. ഷേക്സ്പിയറിൻ്റെ ടൈംലെസ് ആയിട്ടുള്ള എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഈ ഒരു നാടകത്തിൻ്റെ കണ്ടംപററി ഇൻ്റർപ്രിട്ടേഷനാണ്. അതായത് ഷേക്സ്പിയർ പറഞ്ഞു വെച്ചാൽ അതേപോലെ തന്നെയല്ല, ഈ സമകാലികമായിട്ട് ഉള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഇറ്റ് പ്രസൻസ് എ മോർ ഗ്രാഫിക് ആൻഡ് വിഷ്വലി സ്ട്രൈക്കിംഗ് ഡിപ്പിക്ഷൻ. പ്രധാനമായിട്ടും അത് ഗ്രാഫിക്കാണ്. നാടകത്തിലുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ പറഞ്ഞു ഈ മാക്ടഫിൻ്റെ കുടുംബം കൊല ചെയ്യപ്പെടുന്ന രംഗം, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഗ്രാഫിക്കായിട്ട് വയലൻ്റ് ആയിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻ ലൈൻ വിത്ത് ദ സിനിമാറ്റിക് സെൻസിബിലിറ്റീസ് ഓഫ് ഇറ്റ്സ് ടൈം. അത് സിനിമ പുറത്തിറങ്ങുന്ന കാലത്തുള്ള അന്നത്തെ സമകാലികമായിട്ടുള്ള സിനിമാറ്റിക് ട്രെൻഡ്സിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദ പോർട്രയൽ ഓഫ് വയലൻസ്, അതുപോലെ ഈ യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വയലൻസ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദ യൂസ് ഓഫ് വിഷ്വൽ ക്യൂസ്, നമ്മൾ പറഞ്ഞ ഈ ചുവന്ന സൂര്യൻ അങ്ങനെയുള്ള സിമ്പിൾസ് വരുന്നത്. ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡെപ്ത്സ്. ഈ ലേഡി മാക്ബത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുകയും അതുപോലെ മാനസിക വിഭ്രാന്തിയിലേക്ക് വീണ് പോവുകയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു നിരീക്ഷണം ഈ സിനിമയ്ക്കകത്തുണ്ട്. അലൈൻ വിത്ത് ദ സെൻസിബിലിറ്റീസ് ഓഫ് ദ ലേറ്റ് 20th സെഞ്ച്വറി. ഈ സിനിമ ഇറങ്ങിയ കാലത്തുള്ള 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് അന്നത്തെ സമകാലികമായിട്ടുള്ള സങ്കല്പങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവതരണങ്ങളാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. അതുകൊണ്ട് ഒരു സമകാലികമായിട്ടൊരു കലാസൃഷ്ടിയാണെന്ന് നമുക്ക് ഈ പൊളാൻസ്കിയുടെ അഡാപ്റ്റേഷനെ കുറിച്ചിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.